ഹലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ മഴ തോരും മുൻപേ, ഈ മഴ തോരും മുൻപേ എന്ന് പറയുന്ന സീരിയല് നമ്മുടെ ഏഷ്യാനെറ്റിലിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിജിത്താമ്മ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ, ഒരു പുള്ളിക്കാരത്തി, അവർ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ശാന്തിനികേതൻ എന്ന് പറയുന്ന ഒരു ഓർഫനേജ്. ആ ഓർഫനേജിലെ 3 കുട്ടികളായിട്ടുള്ള അലീന, ചിന്നുകുട്ടി, രേവതിക്കുട്ടി, ഈ 3 കുട്ടികളെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റോറിയാണ് നമ്മുടെ മഴ തോരും മുൻപേ. അപ്പം ഈ ഒരു സ്റ്റോറിയുടെ ആദ്യത്തെ ഭാഗത്തിലൊക്കെ, ആദ്യത്തെ എപ്പിസോഡ്സിലൊക്കെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞപ്പം ഈ ബ്രിജിത്താമ്മ പുള്ളിക്കാരത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ ആകെപ്പാട് ഷോകമായി, പുള്ളിക്കാരത്തിക്ക് ആകെ മേലെ പൊക്കോണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചിന്നുകുട്ടി ഒരു കുഞ്ഞു കൊച്ചാണ്. അതിനകത്ത് വളരെ 3 വയസ്സെങ്ങാണ്ട് പ്രായം മാത്രമുള്ളൊരു ചെറിയ കൊച്ച്, നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു കൊച്ചാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. പുള്ളിക്കാരത്തിനെ വേറെ ഓർഫനേജിലേക്ക് മാറ്റി. നെക്സ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ രേവതിക്കുട്ടീനെയാണ്. രേവതിക്കുട്ടീനെ അമ്മച്ചൻ ഗ്രേസ് അമ്മ എന്ന് പറയുന്ന ഒരു കപ്പിളിന് അവർക്ക് അവരുടെ ഒരു കെയർ ടേക്കറായിട്ടും ഒരു സെർവൻ്റായിട്ടൊക്കെ ആയിട്ട് പുള്ളിക്കാരത്തിനെയും അവരങ്ങോട്ട് കൊണ്ടുപോവാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലീനയാണ്. നമ്മുടെ കോട്ടയത്തുള്ള പാല അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നത് പോകണത്. അവിടെ പുള്ളിക്കാരത്തി ചെന്നേക്കുന്നത് കുഞ്ഞിരാമ മേനൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പാലയിലൊരു പ്രമാണിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അവിടെ ചെന്നിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞിരാമ മേനോൻ അവരുടെ ആ ഒരു ഫാമിലി കൊണ്ട് ഉപേക്ഷിച്ച ചോര കുഞ്ഞിന്ന് വളർന്ന് 10-23 വയസ്സായി. അവരിപ്പോൾ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഒരു രോഗസ്ഥിതിയൊക്കെ ഭയങ്കരമായിട്ട് മൂർച്ഛിച്ചു, ആരോഗ്യസ്ഥിതി മോശമായി, കുറേ നാളും കൂടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ പറയുന്ന അലീനെ ഏറ്റെടുക്കണമെന്ന് പറയാനാണ് അങ്ങോട്ടേക്ക് പോയത്. ഈ ഒരു കാര്യം കേട്ടിട്ട് എല്ലാവരെയും പോലെ പുള്ളിക്കാരനാകെ ഷോക്കായി, പാനിക്കായി. പിന്നെ ഇങ്ങനെ ചെയ്ത തെറ്റിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ഓർത്തിങ്ങനെ റിഗ്രറ്റ് അടിച്ച് എന്ത് ചെയ്യണം എന്നൊക്കെ കുറേ ആലോചിച്ചിട്ടുണ്ടാവും. അതിന് പുള്ളി ഫൈനലി ഒരു ഡിസിഷനിലെത്തി. ഇപ്പം ഇയാളുടെ ഭാര്യ ഏകദേശം വയ്യാത്തൊരു ഇതിലൊക്കെ ആയിട്ടിരിക്കണം. അവർക്കൊരു കെയർ ടേക്കറായിട്ട് ഈ അലീനേനെ ഇവരുടെ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ എന്നിങ്ങനെ ആലോചിക്കുന്നു. ആ ഒരു കാര്യത്തെപ്പറ്റി തൻ്റെ ചെറുമകനായിട്ടുള്ള മനുശങ്കറിനോട് ഈ ഒരു ഐഡിയ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഒന്നും കൂടി വഷളാവാൻ തുടങ്ങി. പുള്ളി ഇത് കാര്യം കേട്ടിട്ട് വല്ലതും ആണെന്ന് അറിയാൻ പാടില്ല, പുള്ളിക്കാരൻ എന്തായാലും തട്ടിപ്പോയി കഴിഞ്ഞതിന് ശേഷം മുത്തച്ഛൻ്റെ ഒരു അന്ത്യാഭിലാഷമായിരുന്നു ഈ അലീനനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ആ ഒരു ആഗ്രഹത്തിൻ്റെ പിന്നാലെ നമ്മുടെ ഈ മനുചേട്ടൻ, നമ്മുടെ ചുള്ളനായ മനുചേട്ടൻ പോകുകയാണ്. വീട്ടുകാരൊക്കെ ആദ്യം എതിർക്കുന്നുണ്ടെങ്കിലും മുത്തച്ഛനോടുള്ള സ്നേഹം കൂടുതൽ കാരണം പുള്ളിയുടെ അന്ത്യാഭിലാഷം നിറവേറ്റാനായിട്ട് നമ്മുടെ അലീനേനെ പോയിട്ട് പിക്ക് ചെയ്യാനുള്ള, അതായത് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സന്നാഹവും റെഡിയാക്കിയിട്ട് മനു അവിടെ ഇരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ബ്രിജിത്താമ്മയ്ക്ക് നല്ല രോഗം മൂർച്ഛിച്ചു, തീരെ വയ്യാണ്ടായൊരു അവസ്ഥയിലായി. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമ്മളെ ആ ഒരു ലാസ്റ്റ് ആ ഒരു മൊമെൻറ്റിൽ പുള്ളിക്കാരത്തി ഒരു സത്യം നമ്മുടെ അലീനനെ വിളിച്ച് പൊട്ടിക്കുകയാണ്. അതായത് ഈ കുഞ്ഞിരാമ മേനൻ എന്ന് പറയുന്ന ആളുടെ മകളായിട്ടുള്ള വൈജയന്തി, അവരുടെ മകളാണ് അലീന. പണ്ട് ഇവിടെ കൊണ്ട് ഓർഫനേജിൽ ഏൽപ്പിച്ചതാണെന്നുള്ളൊരു വലിയ സത്യം പുള്ളിക്കാരത്തിനോട് പറയുന്നു. ഷോക്കാവുന്നു. അതിനുശേഷം നമ്മുടെ മഞ്ചേട്ടൻ വരുന്നു, അലീനയെ കൊണ്ടുപോകുന്നു. പിന്നെ ഈ അലീന വീട്ടിലേക്ക് പോകുമ്പം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. പ്ലസ് ഈ പറയുന്ന അതാണ് മെയിൻ പ്ലോട്ട്. അതിനോടൊപ്പം ഈ രേവതിക്കുട്ടി, ചിന്നുകുട്ടി എന്നൊക്കെ പറഞ്ഞ് ഈ കുഞ്ഞുകുട്ടികളുടെ അവർ പോകുന്ന വീട്ടിൽ അല്ലെങ്കിൽ അവിടുത്തെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസാണ് ഒരു പാരലൽ പ്ലോട്ടായിട്ട് പോകുന്നത്. സോ ഗായ്സ്, ഈ ചാനലിൽ നിങ്ങൾക്ക് മഴ തോരും മുൻപേ എന്ന് പറയുന്ന സീരിയലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും മറ്റൊക്കെ കേൾക്കാം, റിവ്യൂസൊക്കെ കേൾക്കാം. സോ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവർ വരൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കേട്ടാസ്വദിക്കൂ.